ദുബൈയിലെ ഹയർ കോളേജ് ഓഫ് ടെക്നോളജിയിലാണ് 2 ദിവസം നീളുന്ന മബ്രൂക്ക് പ്ലസ് പരിപാടികൾക്ക് തുടക്കമായത്. സ്മാർട്ട് സിറ്റിയുടെ മുൻ CEO അബ്ദുൽ ലത്തീഫ് അൽമുല്ല പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മബ്രൂക്ക് പ്ലസിൽ 2 ദിവസങ്ങളിലായി 1500-ലേറെ വിദ്യാർത്ഥികളാണ് ആദരിക്കപ്പെടുന്നത്. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും 90%-ലേറെ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾ. വളരെയധികം ഇൻസ്പയറിംഗ് ആണ്. ഇനി 12ലും കിട്ടുന്നുണ്ടല്ലോ. ഇനി 12th വീണ്ടും നല്ല മാർക്ക് വാങ്ങി വീണ്ടും വാങ്ങണമെന്നൊരു വാശിയും വരുന്നുണ്ടോ? അപ്പോൾ നല്ല ഇൻസ്പയറിംഗ് ആയിരുന്നു. കാരണം ഇപ്പോൾ ഈ 10th ഇത്രയും എൻകറേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ പിന്നെ 12ലും നല്ലോണം എൻകറേജ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് കാരണം നമുക്ക് പഠിക്കാൻ മോട്ടിവേഷനായി മാറും. റിവാർഡ്സ് ഓരോ അച്ചീവ്മെൻറ്റിന് കൊടുക്കുമ്പോൾ അത് വളരെയധികം മോട്ടിവേറ്റിംഗ് ആണ് എല്ലാ സ്റ്റുഡൻസ്. To me this is very big and I've been waiting for this day as well. So it motivates me to get this one more time in 12th. ഗ്രാൻഡ് ക്വിസ് മത്സരത്തിന്റെ ജൂനിയർ വിഭാഗത്തിൽ അർച്ചിത അനൂപ് ഡാൻ അലൻ ടീം ചാമ്പ്യന്മാരായി. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ബ്രൈഡ് റൈഡർ സ്കൂൾ അബുദാബി. നിങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിൽ പഠിക്കുന്നവരാണോ? അല്ല, നിങ്ങൾ വെവ്വേറെ സ്കൂളിൽ പഠിക്കുന്നതാണ്. ഞാൻ മോഡൽ പ്രൈവറ്റ് സ്കൂൾ അബുദാബി. ഓക്കെ. നിങ്ങളിപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് എത്ര മത്സരങ്ങളിൽ ഇതേപോലെ പങ്കെടുത്തിട്ടുണ്ട്? ജസ്റ്റ് 1 or 2. അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ നല്ലൊരു കോമ്പിനേഷനാണ്. ബോറിഷ് റവാസ് റഷ്ദാൻ ടീം ക്യൂസിൽ 2ാമതെത്തി. ഏബിൾ PCBക്കാണ് 3ാം സ്ഥാനം. ഗ്രാൻഡ് മാസ്റ്റർ സീനിയർ വിഭാഗം ചെസ്സിൽ സിറിയൻ വിദ്യാർത്ഥി ലൈസ് മുൽഹാം 1ാമതെത്തി. തൃശൂർ സ്വദേശി സംപ്രീത് സുധീർ 2ാമതെത്തി. ടോം മാത്യു 3ാം സ്ഥാനം നേടി. Playing knockout tournament, so last game I won and I won the tournament. Like it was only up to me and him. So overall it was a wonderful experience. I'm thanking Media One, Mabrook Plus for hosting this tournament and for giving chess enthusiasts like me a wonderful platform. ജൂനിയർ വിഭാഗത്തിലും സിറിയൻ വിദ്യാർത്ഥികൾക്കായിരുന്നു ആധിപത്യം. വിസാൻ അൽഷമിയും ഒസാമ അൽഷമിയും 1ഉം 2ഉം സ്ഥാനങ്ങൾ സ്വന്തമാക്കി. കൃഷ്ണീൽ പ്രസന്നയ്ക്കാണ് 3ാം സ്ഥാനം. സബ് ജൂനിയർ വിഭാഗത്തിൽ മധ്യപ്രദേശ് സ്വദേശി ഇവാൻ ജദവൻ ചാമ്പ്യനായി. അർജുൻ പ്രസന്ന 2ാം സ്ഥാനവും മുഹമ്മദ് അൽഹാം 3ാം സ്ഥാനവും നേടി. The tournament was like good. It was tough. The last round was it had 2 tie-breaks. It was very tough, and the other ones were also good. And what's your ambition? My ambition is to become youngest world champion. Speaking up details. സ്റ്റുഡന്റ് കോൺഫറൻസിൽ പ്രമുഖ സൈക്കോളജിസ്റ്റും എഴുത്തുകാരിയുമായ ആരതി രാജരത്നം വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഷാർജ ചെസ് അക്കാദമി ചെയർമാൻ ഫൈസൽ അൽ ഹമ്മാദി, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര, നടനും അവതാരകനുമായ മിഥുൻ രമേശ്, കാസ്റ്റല്ലോ MD മുഹമ്മദ് ഇക്ബാൽ, ഗോക്കൈറ്റ് MD സായിദ് അമീൻ, മീഡിയ വൺ CEO മുഷ്താഖ് അഹമ്മദ്, ഉപദേശക സമിതി അംഗങ്ങളായ ബഷീർ കുളങ്കണ്ടത്തിൽ, നിയാസ് കണ്ണിയാൻ, GCC ജനറൽ മാനേജർ സോവാബ് അലി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് മെഡലും സർട്ടിഫിക്കറ്റും കൈമാറി. മബ്രൂക്ക് പ്ലസിന്റെ പരിപാടികൾ ഇന്ന് അവസാനിക്കുന്നില്ല. നാളെയും 100 കണക്കിന് വിദ്യാർത്ഥികൾ ആദരം ഏറ്റുമാകും. തമീമിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ, ദുബായ്.